എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇൻകം ടാക്സ് ആൻഡ് GST 6th സെമിസ്റ്റർ BComൻ്റെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സ് പോർഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് GST പാർട്ടിൻ്റെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് GST, അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലെ ഡിഫറൻസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ രണ്ടും പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST. അപ്പോൾ അത് GST എങ്ങനെ വന്നു, ആ GSTയുടെ ഹിസ്റ്ററി അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. GSTയിൽ നമ്മൾ സബ്സ്യൂം ചെയ്തിട്ടുള്ള ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. അതിൽ സ്റ്റേറ്റ് ടാക്സും അതുപോലെ സെൻട്രൽ ടാക്സൊക്കെ നമ്മൾ സബ്സ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹിസ്റ്ററി മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്കോപ്പ് ഓഫ് GST, GSTയുടെ സ്കോപ്പ്, അതിൽ രണ്ട് കമ്പോണൻറ്റ് മെയിനായിട്ടുണ്ട്. CGST, SGST, അതുപോലെ തന്നെ UTGSTയും വരുന്നുണ്ട്, അതിനകത്ത് IGSTയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസുകൾ നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ GSTയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം IGST, CGST, SGSTയുടെ ജസ്റ്റ് ഒരു പ്രോബ്ലം, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് GST കൗൺസിലാണ്. GST കൗൺസിൽ, അതായത് GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ GSTയുടെ എല്ലാ റൂൾസും ത്രെഷോൾഡ് ലിമിറ്റും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റും അത് GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കുന്നത് GST കൗൺസിലാണ്. അപ്പോൾ GST കൗൺസിലിനെ കുറിച്ച് പഠിച്ച് വയ്ക്കുക, അതിൻ്റെ പവേഴ്സും അതിൻ്റെ ഫംഗ്ഷൻസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ മെയിനായിട്ടുള്ള ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർമാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ട്, ഓരോ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ മിനിസ്റ്റേഴ്സൊക്കെ അവിടുത്തെ മെമ്പേഴ്സായിട്ട് വരും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ബെനഫിറ്റ്സ് ഓഫ് GST ആണ്. GST കൊണ്ട് അഡ്വാൻറ്റേജ് ചോദിച്ചാലും ഈ കോമൺ പോയിൻറ്റ്സൊക്കെ നമുക്ക് എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ. ബെനഫിറ്റ്സ്, കൺസ്യൂമേഴ്സ് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ്റ്സിന് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട്, അതുപോലെ ബിസിനസ്സിന് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട്. ഇതാണ് നെക്സ്റ്റ് പഠിച്ച് വെക്കേണ്ട ഒരു ടോപ്പിക്ക്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ച് വെക്കുക. എന്താണ് അഗ്രഗേറ്റ് ടേൺ ഓവർ? അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അത് സം ടോട്ടൽ ഓഫ് അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡ്സ് എക്സംപ്റ്റ് സപ്ലൈസ്, അത് അങ്ങനെയുള്ള കുറേ കേസസ്. അതായത് അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിലുള്ള ടോട്ടൽ സപ്ലൈ, അതാണ് അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എല്ലാ വാല്യൂസ് സപ്ലൈസും വരും, എക്സംപ്റ്റ് സപ്ലൈസ് അതിനകത്ത് ഉൾപ്പെടും, എക്സ്പോർട്ട് പെടും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പെടാത്തത് റിവേഴ്സ് ചാർജ് ബേസിസിൽ വരുന്നത് മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ബാക്കിയെല്ലാം നമ്മൾ അഗ്രഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടുത്തും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുക. അത് പല ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഉണ്ട്, സെൽഫ് അസസ്മെൻറ്റ്, റീ അസസ്മെൻറ്റ്, സമ്മറി അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്? കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആരാണ്? കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ബിസിനസ് നടത്തുന്ന ആൾ, അയാൾക്ക് ഒരു പ്രത്യേകിച്ചിട്ട് ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മൾ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ എന്ന് പറയുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ കോമ്പോസിറ്റ് സപ്ലൈ, അതൊക്കെ ഓൾറെഡി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണാം. കോമ്പോസിറ്റ് സപ്ലൈ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അതുപോലെ തന്നെ എക്സംപ്റ്റ് സപ്ലൈ, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതാണ് അതിൽ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് സപ്ലൈ എന്താണെന്ന് പഠിക്കുക. സപ്ലൈയിൽ നമ്മൾ പെടും എല്ലാ സെയിലും ബാർട്ടറും എക്സ്ചേഞ്ചും ഒക്കെ സപ്ലൈയിൽ ഉൾപ്പെടുത്തും നമ്മൾ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, ഇത്രയും ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ കവർ ചെയ്ത് വെക്കണം. കാരണം സപ്ലൈയിൽ നമുക്ക് അത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് സപ്ലൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്, അതുപോലെ ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് കോമ്പോസിഷൻ സ്കീമാണ്. കോമ്പോസിഷൻ സ്കീം എന്താണ് എന്നുള്ളതൊക്കെ ഓൾറെഡി ഞാൻ മുമ്പത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. കോമ്പോസിഷൻ സ്കീം ആർക്കാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്താൽ എന്തെന്ന് നമുക്ക് കിട്ടാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും കിട്ടില്ല കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് രജിസ്ട്രേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ പറയുന്നുണ്ട്. കമ്പൽസറി രജിസ്ട്രേഷൻ ഉണ്ട്, വളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. അതറിയാം പ്രോപ്പർ ഓഫീസർ വഴി, അതായത് പ്രോപ്പർ ഓഫീസർ വഴി നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സുവോ മോട്ടോ രജിസ്ട്രേഷൻ എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് UIN, യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറിനെയാണ് UIN എന്ന് പറയുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. പിന്നെ ക്യാൻസലേഷൻ, രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസലേഷൻ ചെയ്യാം, അത് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ഓർത്ത് വയ്ക്കുക. ക്യാൻസലേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവോക്കേഷൻ ചെയ്യണമെങ്കിൽ, ക്യാൻസലേഷൻ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിനെന്താ നമ്മൾ പറയുക, റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്നാണ്. ആ ഒരു ടോപ്പിക് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് രജിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സുകൾ പഠിച്ച് വയ്ക്കുക. ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്, വാട്ട് ഈസ് ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഉണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, ഡെബിറ്റ് നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ കണ്ടൻറ്റുകൾ, അതിനകത്ത് വരുന്ന കണ്ടൻസൊക്കെ ഏകദേശം
എല്ലാത്തിലും സെയിം കണ്ടൻ്റാണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയർ, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയൻറ്റ്, HSN കോഡ്, അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ HSN കോഡും സാക്ക് കോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HSN കോഡ് എന്ന് പറഞ്ഞാൽ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ആണ്. സാക്ക് സർവീസ് അക്കൗണ്ട് കോഡാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമും അതെന്തിനും ഉപയോഗിക്കുന്നത്. HSN കോഡ് ഗുഡ്സിന് കോഡ് കൊടുക്കാനാണ്, സാക്ക് സർവീസിന് കോഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഡെലിവറി ചലാനുണ്ട്, അതിനകത്ത് വേ ബിൽ എന്താണെന്നൊക്കെ ഉള്ളതാണ്. പിന്നെ വരുന്ന ഡോക്യുമെൻറ്റ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇത്രയും കാര്യങ്ങളാണ് ആ ഡോക്യുമെൻറ്റ്സിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ റിട്ടേൺസ് ആണ്. റിട്ടേൺസ് ഇൻകം ടാക്സിലുണ്ട് പഠിക്കാനായിട്ട്, ഇതിലുണ്ട്. അവിടെ ഇൻകം ടാക്സിൽ നമ്മൾ റിട്ടേൺസ് പഠിക്കുന്നുണ്ട്, ഡിഫക്റ്റീവ് റിട്ടേൺ, അതുപോലെ തന്നെ ബിലേറ്റ് റിട്ടേൺസ്, അങ്ങനെ കുറച്ച് റിട്ടേൺസ് നമ്മൾ കമ്പൽസറി റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിട്ടേൺ ഉണ്ട്. ഇവിടെ മന്ത്ലി റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, അങ്ങനെയാണ് റിട്ടേൺസ് വരുന്നത്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോം നമ്പറുകൾ പഠിക്കുക. GSTR 1 പ്രകാരമാണെങ്കിൽ ഔട്ട് വേർഡ് സപ്ലൈ ആണ് നമ്മൾ അതിനകത്ത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് GSTR 1. GSTR 2 ഇൻവേർഡ് സപ്ലൈ ആണ്. GSTR 3 മന്ത്ലി റിട്ടേൺ ആണ്. GSTR 4 കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാനാണ് GSTR 4 ഉപയോഗിക്കുക. അതുപോലെ തന്നെ GSTR 5 എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യാനാണ്. GSTR 6 ISD റിട്ടേൺ ആണ്. അതുപോലെ GSTR 7 അതോറിറ്റീസിന് റിട്ടേൺ ഫയൽ ചെയ്യാനാണ്. GSTR 8 എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെയുള്ള അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് GSTR 8. GSTR 9 ആണ് ആനുവൽ റിട്ടേൺ. GSTR 10 ഫൈനൽ റിട്ടേൺ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഫോം നമ്പർ ഒന്ന് പഠിച്ച് വയ്ക്കുക. അത് ഇൻകം ടാക്സ് റിട്ടേണിലും ഫോം നമ്പർ ഉണ്ട്. ITR 1, ITR 2. ITR 1 ആർക്കൊക്കെയാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും ഒന്ന് പഠിച്ച് വയ്ക്കുക. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ കുറച്ച് ബുക്സാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ECL. സാധാരണ ECL നമുക്ക് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സ് അടക്കില്ല, അവസാനം സെറ്റ് ഓഫ് ചെയ്യും. ആ ടാക്സ് നമ്മൾ പേ ചെയ്യുന്ന ECL വഴിയാണ്. ECR നിന്ന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത് ECRL എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്, ആ ഒരു ലെഡ്ജർ വഴിയാണ്. അപ്പോൾ ECRL ഉണ്ട്, ECL എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറാണ്. ECRL എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറാണ്. പിന്നെ ELL ലൈബിലിറ്റി ലെഡ്ജർ ഉണ്ട്, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ആ ഒരു ബുക്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് പഠിക്കുക. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള ആ വീഡിയോ കാണാം കേട്ടോ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. പിന്നെ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. ഓഡിറ്റ് എന്താണ്, സ്പെഷ്യൽ ഓഡിറ്റ്, അതുപോലെ തന്നെ ജനറൽ ഓഡിറ്റ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് ആണ്. പിന്നെ ഇൻസ്പെക്ഷൻ, സെർച്ച്, സീഷർ ആൻഡ് അറസ്റ്റ്, അതെന്താണെന്ന് നോക്കുക. ഇൻസ്പെക്ഷൻ എന്താണ്, സെർച്ച് എന്താണ്, സീഷർ എന്താണ്, അറസ്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ചിലപ്പോൾ അത് എസ്സേ ചോദിക്കാം, ചിലപ്പോൾ ഒഫൻസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഒഫൻസസ് പെടും, അതുപോലെ തന്നെ പെനാൽറ്റീസ് എത്ര അടയ്ക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GSTയിൽ പഠിക്കാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ടോപ്പിക്സുകൾ മെയിനായിട്ട് എല്ലാവരും കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.